അൽഹംദുലില്ലാ, ഞാൻ ഉമറുൽ ഖാഹിറിൻ്റെ നാട്ടിലാണല്ലോ ജനിച്ചത് എന്നതിൽ സന്തോഷിച്ചാൽ. അല്ലഫുൽ അലിഫിന് പകരം ഒരു കിതാബ് ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഒരു ഇന്ത്യക്കാരൻ രചിച്ച ഏറ്റവും മനോഹരമായ പ്രവാചക കീർത്തനം അല്ലഫുൽ അലിഫ, 33 വരിയ. അതിൻ്റെ വ്യാഖ്യാനം തീർന്നിട്ടില്ല. ലോകം കണ്ട മഹാന്മാരെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ അവസാന വാക്കായിരുന്നു താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവർക്കും ഈ വിഷയത്തിൽ കിതാബുണ്ട്. ഷെയ്ഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു, എത്ര എടാ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിന് ശേഷം ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളായിരുന്നു താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്. അവർക്കും ഇതിന് വ്യാഖ്യാനമുണ്ട്. ഉമറുൽ ഖാഹിരി ഹിജ്റ 1153 ജനിച്ചു. ഹിജ്റ 1216 വഫാത്തായി. എഴുതിയേക്ക് 63-ാമത്തെ വയസ്സ്. ഇതൊക്കെ അല്ലഫുൽ അലിഫ്. ഉമറുൽ ഖാഹിരി കായൽപട്ടണം തരാം, തിരുനെൽവേലിക്കാരനാണ് അസ്ലി. കായൽപട്ടണത്താണ് ദർസൊക്കെ. പ്രഗത്ഭനായ ഒരു അക്യുപഞ്ചർ ഡോക്ടറുടെ മുന്നിൽ ഇന്നലെ ഞാൻ അവിചാരിതമായി എത്തിപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നത് മാസങ്ങളോളം. അപ്പോൾ അതൊരു കാലത്ത്, ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു, ഭക്ഷണം കഴിക്കലും പട്ടിണി കിടക്കലും നോക്കിയാൽ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിങ് നടക്കൽ പട്ടിണിയില്ല. അപ്പം ഇന്ന് ലോകം കണ്ടുപിടിച്ചത്. അപ്പം നൂൻ നബി പട്ടിണി നടന്നു. ആയുസ്സിലെ ഏകദേശം പട്ടിണിയാണ്. ഇബ്നു ഖൽദൂൻ പറഞ്ഞിട്ടുണ്ട്, പട്ടിണി നടക്കുന്ന ജനങ്ങൾ ഒരു സത്യം പറഞ്ഞോളി, പട്ടിണി കിടക്കുന്നവരിൽ നിന്നല്ലാതെ ജീനിയസ് ഉണ്ടാവില്ല. ഇനി മലബാറിൽ ഒരു ശംസുൽ ഉലമ ഉണ്ടാവില്ല. ഒരു ബുക്ക് അവിടുന്ന് വാങ്ങിക്കോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. എനിക്ക് മൂല്യരാവാം, എനിക്ക് മുഷാവറയാകാം, ഒക്കെ ആകാം. ആരാകൂല, കാരണം എനിക്ക് മുണുങ്ങണ പണിയാണ്. ത്യാഗമില്ലാത്തൊരു ശംസുൽ ഉലമ ഉണ്ടാവില്ല. ത്യാഗമില്ലാത്തൊരു മുസ്ലിയാരുണ്ടാവില്ല. നമ്മളെ കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ വന്ന പ്രഭാഷകരിൽ ജീനിയസായ പ്രഭാഷകൻ നാട്ടിക മുസ്ലിയാരാണ്. അതിന് കാരണം കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടെന്നല്ലാതെ ജീനിയസ് ഉണ്ടാവില്ല. മലബാറിനെ ഗൾഫ് തകർത്തു. ആദ്യം ഗൾഫ് പോയവനെ കിട്ടുകയാണെങ്കിൽ ഓൻ്റെ ഊരക്കും തലക്കും ഒരേ സമയത്ത് ചവിട്ടണം. ഊരക്ക് മാത്രം ചവിട്ടിയാൽ പോരാ, ഓൻ നമ്മളെ സംസ്കാരം നശിപ്പിച്ചു. ഒരു ജീനിയസിനുണ്ടാവില്ല. ഉണ്ടാകും, ജീനിയസ് ഉണ്ടാകണം. ഓർമസ് കടലിക്ക് എന്നേക്കും പൂട്ടുക. ഇപ്പോഴും എന്ത് കിട്ടാണ്ട് ഗ്യാസ്. ഇന്ന് രാവിലെ എന്നോട് സെയ്ര് പറഞ്ഞു, എൻ്റെ ഒപ്പം കുട്ടികളുണ്ട്, അപ്പോൾ അവർക്കൊരു ചായ വാങ്ങി കൊടുക്കടാ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ ചായ വരുമ്പോൾ കുട്ടികൾക്ക് പെൺകുട്ടികൾ പോന്നിട്ടുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ അവർക്കൊരു ചായ വാങ്ങിക്കൊടുക്കടാ എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിന് നിർത്തി. അപ്പോൾ ചായക്കൊക്കെ വലിയ പൈസയാണ്, 20 റുപ്യ ഒക്കെയാണ് കടിക്ക്, ചായക്ക് ഒക്കെ വലിയ പൈസയാണ്. അപ്പോൾ അത് പറഞ്ഞു, സെയിന് പറഞ്ഞു 1400 മറ്റോ കിട്ടിയിരുന്ന ഇത് 3600. ഗ്യാസിൻ്റെ വലിയ മുതലാളി ഇവിടെ തിരികുണ്ട്. അപ്പോൾ വലിയ വില, 3 ഇരട്ടി വിലയാണ്. അതും കൊണ്ട് കിട്ടരുത്, ഗ്യാസ് തന്നെ കിട്ടരുത്, അരിയും കിട്ടരുത്, എല്ലാം കിട്ടി അടച്ചാൽ പിന്നെ ഇന്ന് ഓർമസ് കടലെടുക്കുക അടക്കുകയാണെങ്കിൽ 50 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ജീനിയസ് ഉണ്ടാവും. നാളെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ജീവൻ പോയി കുഴിച്ചിട്ടിട്ട് പിന്നെ ഉണ്ടാവും. നിങ്ങളൊന്നും ജീനിയസ് ആവില്ല, ഒരിക്കലും ആവില്ല. ജീനിയസ് ഉണ്ടാകണമെങ്കിൽ പട്ടി നടക്കണം. ലോകത്തെ ഏറ്റവും വലിയ ജീനിയസ് മുഹമ്മദാണ്. എന്തുകൊണ്ട് അങ്ങനെ വരി ഉണ്ടല്ലേ, ഞാൻ വരി ഓർമ്മയിൽ നിന്ന് കിട്ടുന്നില്ല. ഏതാണ് ആ വരി? കഷ്ഹൻ മുത്തറഫൽ അദമി. ഏതാണ് വരി? കഷ്ഹൻ മുത്തറഫൽ അദമി. അങ്ങനെ വരി ഉണ്ടല്ലേ ബുർദയിൽ, അങ്ങനെ വരി ഉണ്ടല്ലേ ബുർദയിൽ, അങ്ങനെ വരി ഉണ്ടല്ലേ ബുർദയിൽ, അങ്ങനെ വരി ഉണ്ടല്ലേ ബുർദയിൽ. തഹ്തൽ ഹിജാറതി കഷ്ഹൻ മുത്തറഫൽ അദമി. അങ്ങനെ കല്ലുകൾ വെച്ചിട്ട് കല്ലിൻ്റെ അടിയിൽ
സ്വന്തം ചർമ്മം വയറ് ചുരുട്ടി വെച്ച് ജീവിച്ചു മുഹമ്മദ് മുസ്തഫ. എന്തേ? ഈ ആളെ അള്ളാഹു നിലനിർത്തുകയാണ്. ഇതൊരു പ്രോസസ്സിംഗ് ആണ്. ഭയങ്കര. ആ ആൾ തിന്നാൻ പാടില്ല, കാരണം തിന്നാൾ ജീനസാവില്ല, ഒരിക്കലും ആക്കലുണ്ടാവില്ല. ഇന്ന് നമ്മളെ കുട്ടികൾ നന്നാവില്ല. എന്തുകൊണ്ട്? അവർക്ക് തീറ്റ കൂടി. ഒരിക്കലും ഇനി ഒരാൾ, ഒരു മഹാനോടെ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ ഇന്നലത്തെ നബി അല്ല ഇന്നത്തെ നബി. ഇന്നത്തെ നബിയെ ഇതിപ്പോ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വിദ്യാർത്ഥി ഇത് ഓർത്തിട്ട് അത്ഭുതപ്പെടും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഫുടം ചെയ്തത്. നാളെ ഇനി അതും ആവൂല, വേറെ പറയും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ എന്നത്തെയും നബി പ്രതിപാദ്യ വിഷയമാണ്. ഇന്നലത്തെ നബി അല്ല ഇന്നത്തെ നബി, ഇന്നത്തെ നബി അല്ല നാളത്തെ നബി. മനസ്സിലാവുള്ള ചിന്തിക്ക്. അള്ളാഹു ബോധം തരട്ടെ അവർക്ക്. എന്തുകൊണ്ട്? അവസാന ദിവസം വരെ ഈ സമൂഹത്തെ പണിയേണ്ട ആൾ ഞാനല്ല, നീയല്ല. ആരാണ്? സുള്ളയാണ്. മാറ്റിപ്പണി നബിയ. നബിക്ക് ഇന്ന് വഴിപ്പെട്ടാൽ ഇന്ന് തന്നെ മാറ്റിപ്പണിയും. ആത്മാർത്ഥമായി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നീ നന്നാവും. 10,000 സ്വലാത്തിൻ്റെ ആവശ്യമില്ല, ഒരു സ്വലാത്തിലാണ്. പക്ഷെ അപ്പോഴേക്കും നിനക്ക് കണ്ണെന്നുള്ള ഒരുക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഒറ്റ സ്വലാത്തില്ലേ അന്ന് അള്ളാഹു നന്നാക്കും. പക്ഷെ നമ്മൾ ചെയ്യൂല. നമ്മൾ കടം വിടാൻ വേണ്ടി 70,000 സ്വലാത്തില്ല. അതന്നെ പ്രശ്നം. സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന വർത്താനം നിങ്ങൾ തന്നെ പറയല്ലേ എന്ന് ചില ആൾ പറഞ്ഞു. 1000 സ്വലാത്തിലേക്കോ? പക്ഷേ 1000 സ്വലാത്തൊന്നും ചെല്ലേണ്ടി വരില്ല. 1000ൻ്റെ മേലെയാവും ചിലപ്പോൾ ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് അടുത്ത സ്വലാത്ത് എനിക്ക് ചെല്ലാൻ കിട്ടൂല, വായടഞ്ഞു പോവും. ഒറ്റ സ്വലാത്തും വള്ളു അന്ന് നിനക്ക് വൈകുന്നേരമാവും. കാരണം നിന്റെ കൽബിൽ ആരും നിറഞ്ഞു? മുഹമ്മദ് 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 മുഹമ്മദ്. അതിൽ അഹമ്മദായ ആളെ അള്ളാഹു ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു വിളിച്ച പേരാണ് മുഹമ്മദ്. അതിൽ അഹമ്മദായി അള്ളാഹു ഒരു നൂറ് പടച്ചപ്പോൾ ആ നൂറ് അള്ളാഹുവിനെ ഉൾക്കൊണ്ടു. അപ്പോൾ ആ നൂറ് അള്ളാഹുവിനെ ഹംദ് ചെയ്യാൻ തുടങ്ങി. അഹമ്മദായപ്പോൾ അള്ളാഹുവിന് സന്തോഷമായി. ആ ആളെ അള്ളാഹു സന്തോഷിച്ച് വിളിച്ച പേരാണ് മുഹമ്മദ്. അതാണ് മുഹമ്മദ്. അഹമ്മദിൽ നീയില്ല, മുഹമ്മദിൽ നീയുണ്ട്. അഹമ്മദിൽ നീയില്ല, അഹമ്മദും നീ അറിയൂല. ഇബ്രാഹിം നബിക്ക് അറിയില്ല എന്ന് ഞാൻ ഈ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അഹമ്മദിൻ്റെ ഉള്ളിൽ ഇബ്രാഹിം നബിക്ക് പോലും അറിയില്ല. ലാ യഅരിഫു സിർറൽ അഹ്മദിയത്തി ഇല്ലല്ലാഹു റസൂലുഹു. അല്ലാഹുവും റസൂലുമല്ലാത്ത ഒരാൾക്ക് അഹമ്മദിയത്തിന്റെ രഹസ്യം അറിയൂല. ഹദിയിൽ അല്ലാഹു ഒരു നൂറ് പടച്ചു. ആ നൂറ് അല്ലാഹുവിനെ ഹംദ് ചെയ്തു. അല്ലാഹു ആ നൂറിൽ സന്തുഷ്ടനായപ്പോൾ ആ ആളെ മുഹമ്മദെ, പ്രശംസിക്കപ്പെടേണ്ടവനെ എന്ന് വിളിച്ചു. ആ ആളാണ് മുഹമ്മദ്. മുഹമ്മദിന് പറയണമെങ്കിൽ ഒതു കൊടുക്കണം. കാരണം ആ പേരാദ്യം വിളിച്ചത് അഹമ്മദ്. മുഹമ്മദ് നബി ആയതാണ്. ആ മുഹമ്മദ് അള്ളാഹ് വിളിച്ചതാണ്. അഹമ്മദ് എന്നത് മുഹമ്മദിൻ്റെ കർമ്മമാണ്. മുഹമ്മദ് നിന്റെ കർമ്മമാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിൻ്റെ കർമ്മമാണ്. അപ്പോൾ അത് നിന്റെ കർമ്മമാണ്. നിങ്ങളിൻ്റെ പോലെ അഹമ്മദിയത്തിൽ ആരുമില്ല. അള്ളയില്ല, റസൂലുമില്ല. ആ റസൂൽ മാത്രമേ ഉള്ളൂ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അഹമ്മദിയത്ത് അള്ളാഹുവിൻ്റെ കർമ്മമല്ല, പിന്നെ റസൂലുള്ളാഹിന്റെ മാത്രം കർമ്മമാണ്. അപ്പോൾ അള്ളാഹു തആല റുത്ബയിലേക്ക് ഉയർത്തി. അതാണ് അഹമ്മദിയത്ത്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് വിളിച്ചു മുഹമ്മദ്. അത് അള്ളാഹിൻ്റെ കർമ്മമാണ്, നിന്റെ കർമ്മമാണ്. മുഹമ്മദിന് കർമ്മമില്ല, അഹമ്മദിനാണ് കർമ്മം. അഹമ്മദിൽ കർമ്മമായത് കൊണ്ട് മുഹമ്മദ് ആയതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മുഹമ്മദിന് കർമ്മമില്ല.
മുഹമ്മദിലെ കർമ്മം അള്ളാഹുവിനാണ്. പിന്നെ അള്ളാഹുവിനോട് പിൻപറ്റുന്ന മനുഷ്യർക്കാണ്. മുഹമ്മദിന് കർമ്മമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, വെറുതെ ഇരിക്കല്ലേ. ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാറ്റുകൊണ്ടാ മൂമിനാവോടൂ, ഈ ക്ലാസ്സിലെ കാറ്റുകൊണ്ടാ മൂമിനോ. അഹമ്മദിൽ എന്താ അഹമ്മദ്? അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ചവൻ. അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിനെ സ്തുതിച്ചു. എത്ര അറിയില്ല. അനല്ലവ്വലു, ഞാൻ തന്നെയാണ് തുടക്കം. വനലാഖിറു, ഞാൻ തന്നെയാണ് ഒടുക്കം. ഞാൻ തന്നെ തുടക്കം, ഞാൻ തന്നെയാണ് തുടക്കം. സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈൻ, മുസ്തദ്റക്കിൽ ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തദ്റക്കിന്റെ കയ്യിലുണ്ട്, പെടുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മുഹമ്മദ് മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹു ഒരു നൂറിനെ പടച്ചു, സമ്പൂർണ്ണ നൂറ്. ഞാനപ്പുറമൊന്നുമില്ല, സമ്പൂർണ്ണ നൂറ്. ആ നൂറിൽ നിന്ന് ജിബ്രീലിനെ പടച്ചു, ആ നൂറിൽ നിന്ന് മീകായിലിനെ പടച്ചു, ആ നൂറിൽ നിന്ന് അവാലിമുൽ മലായിക, മലായിക ലോകങ്ങളെ പടച്ചു, ആ നൂറിൽ നിന്ന് അർശ് പടച്ചു, ആ നൂറിൽ നിന്ന് കുർസി പടച്ചു, ആ നൂറിൽ നിന്ന് ലൗഹ് പടച്ചു, ആ നൂറിൽ നിന്ന് കലം പടച്ചു. ലൗഹും കലമും അർശും എല്ലാം ആ നൂറിൽ നിന്ന് പടച്ചു. മലക്കുകളെല്ലാം അതിൽ നിന്ന് പടച്ചു. ആകാശഗംഗയും ഭൂമിയും സകല ചരാചരങ്ങളും ആ നൂറിൽ നിന്ന് പടച്ചു. ആ നൂറോ ഹംദ് ചെയ്തുകൊണ്ടേയിരുന്നു. ആരെ? അല്ലാഹുവിനെ. അല്ലാഹ് എന്തിനു പടച്ചു? ഹംദിന്. ആകെ ടോട്ടൽ എന്താ? സൃഷ്ടിയുടെ ടോട്ടൽ ഹംദ് ചെയ്യലാണ്. ആരെ? അല്ലാഹുവിനെ. അപ്പോൾ അള്ളാഹു സംപ്രീതനായി ഈ നൂറിൽ. ആ നൂറിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് വിളിച്ച പേരാണ് മുഹമ്മദ്. അത് അള്ളാഹുവിൻ്റെ കർമ്മമാണ്, അത് നിൻ്റെയും കർമ്മമാണ്. മൗലൂദോടൽ സുന്നത്തല്ല, വാജിബാണ്. എന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മൗലൂദ് എന്തല്ല, സുന്നത്തല്ല. എന്താണത്? വാജിബാണ്. ഇതൊരു മൗലൂദാണ്, ഇതൊരു മൗലൂദാണ്. മനസ്സിലായേ? അത് ഓടേണ്ടതുപോലെ ഓടിയാൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്ത് തുടങ്ങിയവരൊക്കെ എങ്ങനെ തുടങ്ങി? കണ്ണുനീരിൽ രക്തവും കലർന്നു, കരയന്ന് എല്ലാവരും കരഞ്ഞുകൊണ്ട് തുടങ്ങി. തിരിഞ്ഞോലൊക്കെ കരഞ്ഞുകൊണ്ട് തുടങ്ങി. എന്തുകൊണ്ടാ കരഞ്ഞ്? തിരിയാത്തോണ്ട്. തിരിയാതിന്മൊരു തിരിയലാണല്ലോ. തിരിയില്ലാന്ന് തിരിയ ഒരു കർമ്മല്ലേ? പറയടാ, മക്കളെ, തിരിയില്ലാന്ന് തിരിയൽ ഒരു കർമ്മല്ലേ? ഒരു മഹത്വമല്ലേ? തിരിയില്ലാന്ന് തിരിഞ്ഞു, അപ്പൊ കരഞ്ഞു. ഈ കിതാബ് എങ്ങനെ തുടങ്ങി? ബുർദ എങ്ങനെ തുടങ്ങി? കരഞ്ഞ്. എനിക്ക് ആദ്യകാലത്ത് മനസ്സിലാകാത്ത കാര്യമായിരുന്നത്, എന്തൊക്കെ വർത്താനത്തിൽ പറഞ്ഞത്. ഇതിനിപ്പോൾ അങ്ങനെ തുടങ്ങി. ഞാൻ ഒരുപാട് കാലം ആലോചിച്ചാണ് നിൽക്കണത്. കരഞ്ഞ് കണ്ണുനീരിൽ രക്തം കലർന്നുപോയി. അങ്ങനെ പറഞ്ഞാൽ തുടങ്ങണത്. എന്താ കരയണ്? മിണ്ടാൻ കഴിയില്ല. മിണ്ടാൻ കഴിയാതിരുന്ന പിന്നെ കണ്ണിനീര, പിന്നെ കണ്ണ വർത്താനം പറയാ. ഇതന്നെയാണല്ലോ. ഇതെങ്ങനെ തുടങ്ങി? ആദ്യത്തെ വരി എടുത്ത് നോക്കാം. എങ്ങനെ തുടങ്ങി? കുറെ വരി ചെല്ലല്ലടാ വേണ്ടത്, ഉള്ളിക്ക് കയറ്റിക്കളാ. അബൽ ഖൽബു ഇല്ലാ അൻ യകുന മുതയ്യമാ ഹലീഫ ഗ്റാമിൻ ബിൻ നബിയ്യി മുഹയ്യമാ അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ബിദിക്രില്ലദീ ഖത്താബ ബദ്അൻ വമഖ്തമാ സാജീലു ഫീൽ വുർഖ ലൈലി വജീറതി നിയാമുൻ വജഫ്നി കൽമദാനി ബിമഗ്റമാ. തുളുമ്പുന്ന പാത്രം പോലെയാണ് വെള്ളം തുളുമ്പുന്ന വെള്ളത്തൊട്ടി. വെള്ളം തുളുമ്പി ഒഴുകുന്ന വെള്ളത്തൊട്ടി പോലെയാണ് എൻ്റെ കൺതടങ്ങൾ ഇപ്പോൾ.
അങ്ങനെ തുടങ്ങിയത് ഇത്. ഞാൻ അടിമയാണ് ഒരാളുടെ. ആരുടെ അടിമ? മുഹമ്മദ് എന്ന ആളുടെ. എല്ലാവരും ഉറങ്ങുക, ഞാൻ മാടപ്രാവുകളോട് സംസാരിക്കുക. ലൈലി, എൻ്റെ ഈ രാത്രിയിൽ, വജീറത്തി എൻ്റെ അയൽക്കാരോ നിയാമുൻ ഉറങ്ങുകയാണ്, എൻ്റെ കൺതടമോ അടിമത്തമുള്ള പ്രേമത്താൽ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തൊട്ടി പോലെയാണ്. പ്രേമത്തിൻ്റെ അടിമത്വം, പ്രേമത്തിൻ്റെ അടിമത്വം, അതാണ് മഹ്റം. ഹറാം പറഞ്ഞതാണ് പ്രേമത്തിൻ്റെ അടിമത്വം, പ്രേമത്തിൻ്റെ അടിമത്വം. ഞാൻ നിങ്ങളോട് ചണ്ടാല ഭിക്ഷുകയെ പറ്റി പറഞ്ഞു. ഇത് പ്രേമത്തിൻ്റെ അടിമത്താണ്. അതിൽ ഇങ്ങോട്ടൊന്നും നോക്കൂല. എന്തേപ്പം നമുക്ക് തന്നപ്പം നമ്മൾ നോക്കുക. നമ്മളുടെ പ്രേമം പ്രേമല്ല, മനസ്സിലായില്ല? നമ്മളെ പ്രേമം ഒരു കച്ചവടം. ഓൾ ഇങ്ങോട്ട് പ്രേമം തരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രേമം തരും. ഒരാഴ്ചയായിട്ട് ആണ് ശരിയില്ല, അതുകൊണ്ട് ഞാനും ശരിയില്ല. അല്ല, അങ്ങനെയല്ലേ നമ്മൾ പറയാ? അങ്ങനെയല്ലേ പറയാ? എന്താ നിങ്ങളെ സ്വഭാവം പറ്റ മാറ്റിയാലോ? മാറിയോ അങ്ങനെ മാറിക്കണോ? മാറിയില്ലേ? എന്നാലേ 8-10 ദിവസം എൻ്റെ സ്വഭാവം എങ്ങനെ? അപ്പം ഞാനും മാറും. നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം നമ്മുടെ സ്വഭാവം നന്നാക്കണം. ഇത് നന്നാക്ക്, നമുക്ക് നന്നാക്കാം. അപ്പം നമ്മളെ പ്രേമം എന്താ? കച്ചവടം. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തീപ്പെട്ടി ഉണ്ടെന്നാൽ അതിന് പൈസ കൊണ്ട് കൊടുക്കും. നമ്മളെ പ്രേമം കച്ചവടം. മറ്റത് അടിമത്ത. അടിമക്ക് കൂലില്ല. ഹറാം പറഞ്ഞാൽ അബ്ദിയത്ത, അടിമത്ത. അപ്പം മഹ്റമാണ് അടിമത്തം. ആരോട്? ഒരാളോട്. അതാരാ? മുഹമ്മദ്. അടിമത്തം. എന്തേ എനിക്ക് മുഹമ്മദ് എന്നാൾ ചെയ്തു എന്ന് ചിന്തന എനിക്കില്ല. കാരണം ഞാൻ ആ ആളുള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്. ആണോ അല്ലേ? اللهم اغفر له 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 അൽഹംദുലില്ലാ. ഞാൻ ഉമറുൽ ഖാഹിറിൻ്റെ നാട്ടിലാണല്ലോ ജനിച്ചത് എന്നതിൽ സന്തോഷിച്ചാൽ അല്ലഫൽ അലിഫിന് പകരം ഒരു കിതാബ് ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഒരു ഇന്ത്യക്കാരൻ രചിച്ച ഏറ്റവും മനോഹരമായ പ്രവാചക കീർത്തനം അല്ലഫൽ അലിഫ, 33 വരിയ. അതിൻ്റെ വ്യാഖ്യാനം തീർന്നിട്ടില്ല. ലോകം കണ്ട മഹാന്മാരെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ അവസാന വാക്കായിരുന്നു താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അവർക്കും ഈ വിഷയത്തിൽ കിതാബുണ്ട്. ഷെയ്ഖുനാ ശംസുൽ ഉലമ റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, എത്ര എടാ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിന് ശേഷം ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളായിരുന്നു താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖ്. അവർക്കും ഇതിന് വ്യാഖ്യാനമുണ്ട്. ഉമറുൽ ഖാഹിരി ഹിജ്റ 1153 ജനിച്ചു. ഹിജ്റ 1216 വഫാത്തായി. എഴുതിയേക്ക് 63-ാമത്തെ വയസ്സ്. ഇതൊക്കെ അല്ലഫൽ അലിഫ്. ഉമറുൽ ഖാഹിരി കായൽപട്ടണം തരാം. തിരുനെൽവേലിക്കാരൻ ആസിലി. കായൽപട്ടണത്താണ് ദർസൊക്കെ. ഭയങ്കര അതിൻ്റെ ഒരു ഭംഗി എത്ര അറിയാം. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു തരണ്ട്. ഇൻഷാ അല്ലാഹ് ഓതണമെങ്കിൽ തന്നെ ഒരു പണിയാണ്. ഭയങ്കര പറ്റി അത്ഭുതമാണ് ആ കിതാബ്. ആ കിതാബ് വ്യാഖ്യാനിച്ചു പലർക്കും തെറ്റിയിട്ടുണ്ട്. എന്തൊക്കെ ഓരോ വരി അങ്ങോട്ട് ഒപ്പിച്ചിരിക്കുക. അത്ഭുതം. മദീനത്ത് പോയി പാർത്തു. മദീനേന്നാണ് ഷുർബി. മദീനേന്നാണ് തിരുനെൽവേലിയിൽ നിന്ന് പോയി ഓതാൻ പോയിട്ട് മദീനയിൽ പോയി. ഹിജ്റ 1153 ജനിച്ചു. 63-ാമത്തെ വയസ്സിൽ 1216 വഫാത്തായി. മഹാനായ ഉമറുൽ ഖാഹിരി. അവരുടെ ഇതാണ് റസാനത്ത്. അത് അത്ഭുതമായ തവ. റസാനത്തുൽ ഇൽമി കാനത് തുസഖിലുഹു യംശി ബിഹാ ഖളിയാൻ മിഖ്ദാർ അസ്ഖാലി. ഇന്ന് ദർസിലുള്ള അത്ഭുതകരമായൊരു കിതാബ് റസാനത്ത് എല്ലാവരും ഓടണം. പിന്നീട് വന്നാൽ ഒഴിവുള്ള സമയത്ത് എന്നോട് ഓതിത്തരാൻ പറഞ്ഞാൽ ഞാൻ ഓതിത്തരണ്ട് കരണ്ട്. ഒഴിവുള്ള സമയത്ത് ഒരു അത്ഭുതകരമായ തവ.
റസാനത്ത് എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് കാപ്പുൽ ഉമർ മുസ്ലിയാർ ഓതിച്ചെന്നതാണ് എനിക്ക് റസാനത്ത്. അബ്ദിൻ്റെ കർത്താവാണ് ഉമറുൽ ഖാഹിരി. അവരുടെ വാപ്പന്നെ വലിയ മഹാനായിരുന്നു. മദീനയിൽ പോയിട്ട് മദീനയെ ഷുർബിയര കൊല്ലങ്ങളോളം പാർത്തിട്ട് പിന്നെ ആ വെളിച്ചവും കൊണ്ട് കേരളത്തിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. ദക്ഷിണ കേരള ഇന്ത്യയിലുള്ള ഒരുപാട് വിജ്ഞാന സ്രോതസ്സുകളും ഈ കാണുന്ന വെളിച്ചങ്ങളുടെ എല്ലാം കാരണക്കാരൻ ഉമറുൽ ഖാഹിരിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അവർക്ക് അവരെ ഹളറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. هذا أنا ألف الألف جرى 1153 ജനിച്ചു, 1216 വഫാത്തായി. തിരുനെൽവേലിക്കാരനാണ് അസ്ലി, പിന്നെ കായൽപട്ടണം വഫാത്തായി. അതിലുള്ളതാണ് ജുദുമൻ ജാദൽ ഉജൂദ ഉജൂദുഹു. ജുദുമൻ ഒരുത്തൻ്റെ ധർമ്മം, ഒരാളുടെ ധർമ്മം. ജാദൽ ഉജൂദ ഉജൂദുഹു, ഉണ്മ തന്നെ ധർമ്മം ചെയ്തത് ആ മനുഷ്യൻ്റെ ഉജൂദല്ലേ, ആ മനുഷ്യൻ ഉണ്ടായത് കൊണ്ടല്ലേ ഈ അഖിലാണ്ട മണ്ഡലങ്ങളുടെയും ഉണ്മയുണ്ടായത്, ഈ ലോകങ്ങളൊക്കെ ഉണ്ടായത് ആളുണ്ടായത് കൊണ്ടല്ലേ. ജുദുമൻ ജാദൽ വുജൂദ വുജൂദുഹു. ജുദുമൻ ജാദൽ വുജൂദ വുജൂദു. ജുദുമൻ ഒരുത്തൻ്റെ ഒരാളുടെ ധർമ്മമാണിതെല്ലാം. എൻ്റെ ഉള്ളിലുള്ള വിജ്ഞാനമൊക്കെ ആരാണ് ഈ ആള്? ജുദുമൻ ജാദൽ വുജൂദ വുജൂദു. ജാദൽ വുജൂദ, ഉണ്മയെ തന്നെ ധർമ്മം ചെയ്തത്. വുജൂദു, ആ ആളുടെ ഉണ്മയല്ലേ, ആ ആളുണ്ടായത് കൊണ്ടല്ലേ ഈ പ്രപഞ്ചാഖിലാണ്ട കടാഹങ്ങളും ഉണ്ടായത്. ജാദൽ വുജൂദ വുജൂദുഹു. ജാദൽ വുജൂദ, ഉണ്മയെ ധർമ്മം ചെയ്തത്. വുജൂദുഹു, ആ ആളുടെ ഉണ്മയാണ്. അഥവാ ആ ആളുണ്ടാകേണ്ടത് കൊണ്ടാണ് ഈ പ്രപഞ്ചാണ്ട കടാഹവും ഉണ്ടായിട്ടുള്ളത്. ആ ആളുള്ളത് കൊണ്ടാണ് അള്ളത് പഠിച്ച് എല്ലാം നിനക്കും എനിക്ക് വേണ്ടി പഠിച്ചതല്ലത്. അല്ലാഹു നമ്മൾ ഓതിയ ഫാത്തിഹ മുസ്തഫ നബിയിലേക്കും അവരെ മുഹിബ്ബായ അല്ലഫുൽ അലിഫിൻ്റെ കർത്താവായ ഉമറുൽ ഖാഹിരി തങ്ങളിലേക്കും അവരെ ഉപ്പയിലേക്കൊക്കെ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അവരെ പോലെ അവരെ കൂട്ടത്തിൽ മുസ്തഫ നബിയുടെ ആ കഅ്സുൽ മഹബ്ബയിൽ നിന്ന് പാനീയം കുടിക്കാൻ നാളെ അല്ലാഹു പാപികളും ദോഷികളും നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പറഞ്ഞേ ജുദുമൻ ജാദൽ വുജൂദ വുജൂദു. ജുദുമൻ, ഒരാളെ ധർമ്മമാണ് എൻ്റെ കയ്യിലുള്ളത്. ജാദൽ വുജൂദ, ഉണ്മയെ തന്നെ ധർമ്മം ചെയ്തത്. വുജൂദുഹു, ആ ആളുടെ ഉണ്മയാണ്. ആ ആളുണ്ടായത് കൊണ്ടാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടായത്. അതാണ് മുഹമ്മദ്. മുഹമ്മദ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, കഴിഞ്ഞ വാക്ക് എന്താ പറഞ്ഞ, എല്ലാവരും കരിഞ്ഞു. എല്ലാവർക്കും എന്തെന്ന് പണി? കരിയ. എല്ലാവരും പണി കരിയലല്ലേ, കരിയ. لكنه يجري على الخدين من حب قلبي سيد الكونين هيا وميتا في التراب رميما صلوا عليه وسلموا تسليما. കേരളത്തിലെ ഒരു സുന്നിപ്പള്ളിക്കലുള്ള ഒരു ഖത്തീബ് കഴിഞ്ഞ ഒരു സമയത്ത് പ്രസംഗിച്ചു. അങ്ങനെ ഉണ്ടാവില്ല. മൂപ്പര് ജയിലിൽ കടന്നിട്ട് ജയിലിൽ നിന്ന് മൂപ്പര് ഓരോ വക്കത്തിലെ ജമാഅത്തിനും അടുത്ത പള്ളിയിലെത്തിയിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല. ഇനി എത്തിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് വാർദ്ധന് കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? തലയൊക്കെ കെട്ടി കുരങ്ങിനെ പോലെ ബാക്കൊക്കെ ഒരു ബാലൊക്കെ ഇട്ട് ഔലിയാകാൻ നടക്കുന്ന ഒരു മൂലിയേര്.
വെള്ളിയാഴ്ച ജുമാക്ക് പ്രസംഗിച്ചതാ. എന്ത് അങ്ങനെ താരീഖിലെവിടെയും കോമൺ താരീഖിലില്ല. കോമൺ ഹിസ്റ്ററിയിൽ അങ്ങനെ മുപ്പരി ഓരോ വക്കത്തിലും ആരെ ജയിലിലാക്കിയെന്ന് കോമൺ ഹിസ്റ്ററിയിലുണ്ട്. അതേസമയത്ത് ഓരോ വക്കത്തിലും ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്നില്ല. ഇനി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അറിയാതെ അദ്ദേഹം വലിയ മൊലാളിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജയിൽ വാർഡന് കൈക്കൂലി കൊടുത്തിരുന്നു. അതാണ് ഖിയാമത്ത് നാൾ. അതാണ് ഇന്നത്തെ സുന്നി. ഒറ്റയ്ക്ക് വെച്ചാൽ ഏതാ പള്ളിന്ന് ഞാൻ പറഞ്ഞുതരാം, ഏതാ മൗലിയെന്ന് പറഞ്ഞുതരാം. ജുവേജാറണ്ട